ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 800 ഗ്രാം ജീരകശാല കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്, അതായത് 4 കപ്പ്. ഇതിനെ നമുക്ക് അരമണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാനായി വയ്ക്കാം. ഇവിടെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 5 സവാള ഫ്രൈ ചെയ്തിടാനായി 1 സവാള, അങ്ങനെ മൊത്തം 6 സവാള ഇതിന് വേണം. പിന്നെ 2 ടൊമാറ്റോ, 8 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ലെമൺ, 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, ആവശ്യത്തിന് നെയ്യ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി 1 സവാള ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. സവാള ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 5 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൽ നിന്നും പകുതി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. സവാള അവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ദമ്മിന് വേണ്ടുന്ന നട്ട്സും റൈസിൻസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പകുതി നാരങ്ങയുടെ ജ്യൂസ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് 3/2 ഭാഗം ചേർത്ത് കൊടുക്കാം. പുതിനയിലയും 3/2 ഭാഗം ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ബാക്കിയുള്ള സവാള മസാലയ്ക്കായി വഴറ്റാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. സവാള എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 4 മിനിറ്റ് ചെറുതീയിൽ തക്കാളി നമുക്ക് മൂടി വേവിക്കാം. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തക്കാളിയും സവാളയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി,
1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി ചെറുതീയിൽ ഒരു 10 മിനിറ്റ് മൂടി വേവിക്കാം. ഇനി എടുത്ത് റൈസ് റെഡിയാക്കാനായി പാത്രം അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു 5 ഏലക്ക, 2 പട്ട, 2 തക്കോലം, 5 ഗ്രാമ്പു എല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് ഒരു 3-4 മിനിറ്റ് വറുത്ത് കൊടുക്കാം. ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് എന്ന കണക്കിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. കുതിർത്ത അരി ആയതുകൊണ്ട് അത് മതിയാവും. കുതിർക്കാത്താണെങ്കിൽ 2 കപ്പ് വെള്ളം വേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പകുതി ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ സാജീരകം ചേർക്കുന്നുണ്ട്. ഒരു രമ്പ ഇലയും ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഞാൻ എൻ്റെ കൈവശപ്പോൾ ഉള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. അത് നിർബന്ധമില്ല. നമുക്ക് മൂടി വേവിക്കാം. ചെറുതീയിൽ മൂടി വേവിക്കാം. ചിക്കൻ ഇവിടെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി ഇറക്കി വയ്ക്കാം. റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദം ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു ബേസ് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിന് പകരം ഒരു ദോശക്കല്ല് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ആദ്യം റൈസ് നിരത്താം. അതിന് മീതെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിന് മീതെ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മസാല എല്ലാം അതിൽ ചേർത്ത് കൊടുക്കാം. മസാല നിരത്തിയ ശേഷം അതിന് മീതെ റൈസ് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന റൈസ് ഫുള്ളും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ബാക്കിയിരിക്കുന്ന മല്ലിയില, പുതിനയില, ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും റൈസൻസും ചേർത്ത് മൂടി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ദമ്മിലിടാം. അടിയിൽ ബേസ് ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി കാണാം.